ഇതെന്റെ മോന്റെ കൊടയാണ്. മോന്റെ കൊട വാടകയ്ക്ക് എടുത്തോണ്ട് അപ്പൊ ഈ കൊട വരുന്നതിന് മോൻ എന്ത് കൊടുക്കണം? ഒന്നും കൊടുക്കണ്ട. അപ്പൊ മോന്റെ കൊടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കച്ചവടമാണ് അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഇവരെ കാണാൻ വേണ്ടി വരുമ്പം ഇവർക്ക് നമുക്കൊരു വലിയ കൊട കൊടുക്കാം കേട്ടോ. അത് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും നമുക്കൊരു കൊട ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. കാരണം നല്ല വെയിലുള്ള ഭാഗമാണ്. 70 രൂപയാണ് ഊണിനല്ലേ? തന്ന് മോൻ ഇത് ഉണ്ടിട്ട് മോൻ ഇനിയും നാളെ തീർച്ചയായിട്ടും ഞാൻ ഇനിയും വന്ന് വാങ്ങിക്കും. നല്ല ചുട്ടു പൊള്ളുന്ന വെയിലാണ് കേട്ടോ. ഒരു കയ്യിലൊരു കൊടയൊക്കെ പിടിച്ചിട്ടുള്ള കച്ചവടമാണ്. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് കാഞ്ഞൂരാണ്. ഹരിപ്പാടിനടുത്ത് കാഞ്ഞൂർ ക്ഷേത്രം. അവിടുന്ന് നമ്മുടെ NDPC കവാടത്തിലേക്ക് പോകുന്ന ഭാഗത്ത് 2 അമ്മമാരുടെ കച്ചവടമാണ് കേട്ടോ. കുഞ്ഞ് ഡെസ്ക് ഒക്കെ ഇട്ടുള്ള കച്ചവടമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. നിങ്ങൾ എത്ര നാളായി തുടങ്ങിയിട്ട്? ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. നേരത്തെ ഞാൻ ഇതുപോലെ പൊതി കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഹോട്ടലിട്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടായപ്പം മാറിയതാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരികളാണോ? അല്ല, എനിക്ക് എന്റെ നാത്തൂൻ എന്റെ ആങ്ങളുടെ ഭാര്യയാണ്. അപ്പൊ ആങ്ങളുടെ ഭാര്യയായിട്ട് ഒരു കച്ചവടം ഒന്ന് തുടങ്ങാന്ന് കരുതിയല്ലേ? അതെ തന്നെ. വെളുപ്പിനെ ഒരു 5 മണിയാകുമ്പോ തുടങ്ങും. വെളുപ്പിനെ ഒരു 5 മണിയാകുമ്പോ തുടങ്ങും. എന്തൊക്കെ കറികൾ ഉണ്ടാവും? അച്ചാറുണ്ട്, അച്ചടിയുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, ചില ദിവസം മെഴുക്ക് വരട്ടി, പിന്നെ മീൻ വറുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടെയാണല്ലേ? മീൻ ചാറ്, സാമ്പാറ്, പുളിശ്ശേരി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങനെ വീട്ടിലൂടെ മാത്രമല്ല പൊറോട്ട, ചപ്പാത്തി, ദോശ? മോനെ ഹോട്ടലിൽ ഞാൻ നടത്തിയതിന്റെ ബോർഡാ ഇത്. ഹോട്ടലിൽ നടത്തിയതിന്റെ ബോർഡ് ഇവിടെ കൊണ്ട് വെച്ചതേ ഉള്ളൂ. അപ്പൊ വീട്ടിൽ നിന്ന് ഇതെല്ലാം ചെയ്തോണ്ട് എത്ര മണിയാകുമ്പോ ഇറങ്ങും? 12 മണിയാകുമ്പോ ഇറങ്ങും. എത്ര മണിയാ? 12 മണിക്ക് ഇറങ്ങും. നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ ഈ കറക്റ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ NDPCയിലേക്ക് പോകുന്ന കാഞ്ഞൂർ ക്ഷേത്രം കഴിഞ്ഞിട്ടാണ് ഇവർ നിൽക്കുന്നത്. ആരുടെ കൊടയാണിത്? ഇതെന്റെ മോന്റെ കൊടയാണ്. മോന്റെ കൊട വാടകയ്ക്ക് എടുത്തോണ്ട് അപ്പൊ ഈ കൊട വരുന്നതിന് മോൻ എന്ത് കൊടുക്കണം? ഒന്നും കൊടുക്കണ്ട. ഒടി വാടക വേറെ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഒടി വേണമെങ്കിൽ വേറെ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഇപ്പൊ ഓക്കെ. നമ്മുടെ ഊണിന് എത്ര രൂപയാണ്? 70 രൂപയാണ്. മീൻ വറുത്തതും കൂടെ. അപ്പൊ ഈ പൊതിയിൽ തന്നെ മീൻ വറുത്തതും കൂടെ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് മീൻ വറുത്തതുണ്ട്. അത് നമ്മൾ പൊതിയുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ. എന്താണ്? മീൻ വറുത്തതും കൂടെ വേണമെങ്കിൽ 100 രൂപ. മീൻ വറുത്തതും കൂടെ വേണമെങ്കിൽ 100 രൂപ. അപ്പൊ കറികളൊക്കെ അവിടെ ഉണ്ട്. മീൻകറി ഉണ്ട്, സാമ്പാറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, അവിയല്, തോരനുണ്ട്, അച്ചടിയുണ്ട്, അച്ചാറുണ്ട്. അതെല്ലാം പൊതിക്കാത്തുണ്ട്. എല്ലാം പൊതിക്കാത്തുണ്ട്. ഊണല്ലാതെ എന്തെങ്കിലും വൈകിട്ട് തട്ടുദോശയും പൊറോട്ടയും ഒക്കെ കച്ചവടം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. കച്ചവടം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ മോന്റെ കൊടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കച്ചവടമാണ് അല്ലേ? വെള്ളമുണ്ട്. നിങ്ങളുടെ വീട് എവിടെ? രണ്ടുപേരുടെയും വീട് വന്നേപ്പള്ളി ജംഗ്ഷന്റെ കിഴക്കോശം. വന്നേപ്പള്ളി ജംഗ്ഷന്റെ കിഴക്കോശമാണ്. ഇത് മുമ്പ് നടത്തിയ ഹോട്ടലിന്റെ ബോർഡാണ് ഈ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഊണ് പൊതികളാണ്. അത്യാവശ്യം വലിയ പൊതികളാണ്. ഇതിനകത്ത് കറികളൊക്കെ വെച്ചിട്ടുണ്ടോ? എല്ലാ കറികളും ഉണ്ട്. 4 കൂട്ടം കറിയുണ്ട്. 4 കൂട്ടം കറി ഇതിനകത്തുണ്ട്. 3 കൂട്ടം കറി, അതായത് മീൻകറി ഉണ്ട്, പുളിശ്ശേരി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ വെള്ളമുണ്ട്. അപ്പൊ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള മീൻ വറുത്തതൊക്കെ അതിന്ന് തീർന്നുപോയി. അപ്പം ഞാൻ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹരിപ്പാട് നമ്മൾ കായംകുളത്തേക്ക് പോകുമ്പം കാഞ്ഞൂർ ദേവീക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മുടെ NDPCയിലേക്ക് പോകുന്ന കവാടത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഈ കൊടയെ കണ്ടില്ലേ? കുഞ്ഞൊരു കൊടയുള്ള കച്ചവടമാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇവരെ കാണാൻ വേണ്ടി വരുമ്പം ഇവർക്ക് നമുക്കൊരു വലിയ കൊട കൊടുക്കാം കേട്ടോ. അത് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും നമുക്കൊരു കൊട ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. കാരണം നല്ല വെയിലുള്ള ഭാഗമാണ്. ഞാൻ വെയിൽ കൊണ്ട് നല്ല രീതിയിൽ വരുമ്പോഴാണ് ശരിക്കും ഇവരെ കാണുന്നതും. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നല്ല മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ നിന്ന് കുറച്ച് ഊണ് വാങ്ങിക്കാം കേട്ടോ. 70 രൂപയാണ് ഊണിനല്ലേ? ഇത് 3 എണ്ണം പാക്ക് ചെയ്തോ. എത്ര ദിവസമായി അപ്പം നിങ്ങൾ കറക്റ്റ് കച്ചവടം തുടങ്ങിയിട്ട്? ഇന്നിപ്പോൾ 8 ദിവസമായിട്ടുള്ള കച്ചവടം തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഈ കച്ചവടത്തെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഈ വെയിലത്തുള്ള കച്ചവടം അല്ലേ ഇവരുടെ? ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഉറപ്പാണ്. നാളെയും ഒരു ഈ ഊണുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് നമ്മുടെ മുമ്പിൽ വന്ന് ചാടേണ്ടവർ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ കൊല്ലത്ത് പോയിട്ട് ഇന്ന് ഞാൻ വേറൊരു വീഡിയോയും ചെയ്തിട്ടില്ല. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഇവർ എന്റെ മുന്നിൽ വന്ന് ചാടുന്നത്. അപ്പൊ എന്തായാലും ഇവരുടെ കച്ചവടം ഉഷാറാട്ടെ പ്രാർത്ഥിക്കുന്നു. മോന് ഞങ്ങൾ ഇത് തന്ന് മോൻ ഇത് ഉണ്ടിട്ട് മോൻ ഇനിയും നാളെ തീർച്ചയായിട്ടും ഞാൻ ഇനിയും വന്ന് വാങ്ങിക്കും. അപ്പൊ ഇനി വരുമ്പോ സ്പെഷ്യൽ ആയിട്ട് മീൻ വറുത്തത് എന്തൊക്കെയുണ്ട്? മീൻ വറുത്തത്, പിന്നെ മത്തി വറുത്തത്, പിന്നെ അയിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ പോകാൻ. ഈ കച്ചവടം തീരുന്നിടം വരെ ഈ കൊട ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അത് ഉടനെ ഞാൻ റെഡിയാക്കി കൊടുക്കാം.
ഇന്ന് ഗ്രാമസഭ ഉണ്ടെന്നാ ചേട്ടൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്രാമസഭയ്ക്ക് പോണം ഇന്ന്. ഓക്കെ. അപ്പൊ എത്ര രൂപ ഇതിന്റെ? 110. എടുത്തോക്കളെ. ഓക്കെ. എടുത്താക്കളെ. ഇതല്ലേ കറി എന്റെ? അതെ തന്നെ. ഇത് ഉണ്ടിട്ടതാണ് വിളിച്ചു പറഞ്ഞ അഭിപ്രായം. നമ്പർ തരാം. അഭിപ്രായം തീർച്ചയായിട്ടും വിളിച്ചു പറയാം. കച്ചവടമൊക്കെ ഉഷാറാവും. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യും.